ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ചപ്പാത്തിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എത്ര സമയം ഇരുന്നാലും സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് ചോറ് ഞാനിട്ട് കൊടുക്കുന്നുണ്ട്. ചോറിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ജാർ എടുത്തത്. ഇപ്പം ഞാനിതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി കുറേശ്ശെയായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1/4 കപ്പ് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. തീരെ വെള്ളം ഒഴിക്കാതെ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പാണ് ചോറെടുക്കാനൊക്കെ എടുത്തത്. ഇനി അതിന് പകരം ഗ്ലാസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് കുറേശ്ശെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേപോലെ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ടോട്ടൽ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൈവച്ച് കുഴയ്ക്കുമ്പോൾ ഒന്നും കൂടെ നമ്മൾക്ക് മനസ്സിലാവും. ആദ്യമേ തന്നെ കൈവച്ച് കുഴച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കുഴച്ചെടുത്തത്. ഇനി നമ്മൾക്കിത് കൈവച്ച് കുഴച്ചെടുക്കാം. കൈവച്ച് തൊടുമ്പോൾ അറിയാം കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് 1/4 കപ്പും കൂടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നല്ല പോലെ ഇത് കുഴച്ചെടുക്കുക. ടോട്ടൽ ഇപ്പോൾ നമ്മൾ ചോറെടുത്ത കപ്പിൽ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം കിട്ടാനായിട്ട്. ഇനി ഇത് 5 മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മളിതിവിടെ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാവെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ 9 എണ്ണം ഉരുട്ടിയെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് പൊടി വിതറി കൊടുത്തതിന് ശേഷം നമ്മളിത് പരത്തി കൊടുക്കുന്നുണ്ട്. 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പരത്തി കൊടുക്കുക. എല്ലാ ചപ്പാത്തിയും പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ പാനിൻ്റെ ചൂടിൻ്റെ വ്യത്യാസം കാരണം ചപ്പാത്തി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതേപോലെ പരത്തിയതിന് ശേഷം പൊടി ഒന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. എല്ലാം പരത്തി കഴിഞ്ഞാൽ നമ്മൾക്കിനി ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ തവയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നന്നായി ചൂടാവും. പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഇതേപോലെ പൊങ്ങി വരുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ചപ്പാത്തിയുടെ മുകളിൽ കുറച്ച് നെയ്യും കൂടെ തേച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഒരെണ്ണം നെയ്യ് ഇല്ലാതെയാണ് കാണിക്കുന്നത്. എണ്ണ തീരെ വേണ്ട, ഒഴിവാക്കണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ നെയ്യ് തൊടാതെ ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മളുടെ ആദ്യത്തെ ചപ്പാത്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതേപോലെ തന്നെ എല്ലാ ചപ്പാത്തിയും തയ്യാറാക്കിയെടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന ചപ്പാത്തി എത്ര സമയം കഴിഞ്ഞാലും സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. രണ്ടാമത്തെ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഡിഫറൻസ് ഉള്ളത് ഞാൻ നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ്. നെയ്യിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും തേച്ച് കൊടുക്കാം. ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴാണ് ചപ്പാത്തി ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ടിരിക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ ചപ്പാത്തിയിൽ നെയ്യ് തേച്ച് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നല്ല സോഫ്റ്റ് ചപ്പാത്തി പല രീതിയിലും നമ്മൾക്ക് തയ്യാറാക്കാം. ഒരു മെത്തേഡ് മാത്രമാണ് ഞാനിവിടെ കാണിച്ചത്. പിന്നെ ചോറ് ബാക്കി വന്നാൽ അത് തീർക്കാനായിട്ടുള്ള നല്ലൊരു ഐഡിയയും കൂടിയാണിത്. ഞാനിവിടെ മട്ട റൈസിൻ്റെ ചോറാണ് എടുത്തത്. ഏത് തരം ചോറ് വേണമെങ്കിലും എടുക്കാം. ഏതായാലും ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ 8 or 9 എണ്ണമായിരിക്കും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്